ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ ടാൻജൻസ് അഥവാ തൊടുവരകളിലെ അവസാനത്തെ ഭാഗമാണ്. അതായത് പേജ് നമ്പർ 188-ലെ 9ാമത്തെ ചോദ്യമാണ്. ഇവിടെ 3 പാർട്ടുണ്ട്. അതിൽ 1ാമത്തെ പാർട്ട് മാത്രമാണ് ഞാനിവിടെ ബോർഡിൽ ആദ്യം എഴുതിയിരിക്കുന്നത്. ചോദ്യം ഇതാണ്: ഇൻ ദ പിക്ചർ 2 vertices of a triangle are joined to its incenter. Calculate the angle marked in the figure. അതായത് ഇവിടെ ഒരു ത്രികോണം തന്നിട്ടുണ്ട്. ആ ത്രികോണത്തിന്റെ അന്തർവൃത്തം വരച്ചിട്ടുണ്ട്. അന്തർവൃത്ത കേന്ദ്രത്തിലേക്ക് ഈ 2 കോണുകളിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന കോണിന്റെ അളവ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ത്രികോണത്തിന് ആദ്യം പേര് കൊടുക്കാം, ABC. പിന്നെ അന്തർവൃത്ത കേന്ദ്രം ഇൻസെന്റർ I എന്നും പേര് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാവുന്ന സംഗതി എന്താണ്? ഈ പുറത്തെ ട്രയാങ്കിൾ ABC എന്ന ട്രയാങ്കിളില് ആംഗിൾ Aയും ആംഗിൾ Bയും ആംഗിൾ Cയും കൂടെ കൂട്ടുമ്പോൾ 180 ഡിഗ്രിയാണ് അല്ലെ? അപ്പോൾ ആംഗിൾ Bയും ആംഗിൾ Cയും കൂടെ കൂട്ടുമ്പോൾ എത്ര വരും? ആംഗിൾ Bയും ആംഗിൾ Cയും കൂടെ കൂട്ടുമ്പോൾ 180ൽ നിന്ന് ആംഗിൾ A കുറച്ചാൽ മതി. ആംഗിൾ A ഇവിടെ തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ 180ൽ നിന്ന് 70 കുറയ്ക്കുമ്പം 110 ഡിഗ്രിന്ന് കിട്ടിയല്ലോ. ഇനി നമുക്കറിയാവുന്ന 2ാമത്തെ പോയിന്റ് എന്താണ്? ഈ ഇൻസെന്ററിലേക്ക് വരയ്ക്കുന്നത് എങ്ങനെ? നമ്മൾ വരച്ചു പഠിച്ചതാ. ഈ 2 കോണിന്റെ സമഭാജി, ഈ 2 ആംഗിളിന്റെ ബൈസെക്ടേഴ്സ് ആണ്. ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, തുല്യമായിട്ട് ഭാഗിക്കുന്നു. അതായത് ഇവിടെ മുകളിൽ എത്രയാണോ വന്നിരിക്കുന്നത് അത് തന്നെയായിരിക്കും താഴത്തെ കൊണ്ട അളവും. ഇവിടെയും അതുപോലെ തന്നെയല്ലേ? ഇനി ഇതൊരു ത്രികോണമല്ലേ ഈ താഴത്തത്? അതിനകത്തും ആംഗിൾ സം പ്രോപ്പർട്ടി 180 തന്നെയല്ലേ? 3 കോണിന്റെ അളവുകളും കൂടെ കൂട്ടുമ്പോൾ 180 തന്നെയല്ലേ വരുന്നത് അല്ലെ? അപ്പൊ എന്തെഴുതാം? ഇതെന്ന് പറയുന്നത് ഈ ബിയും സിയും കൂടെ കൂട്ടുന്ന, അതായത് ഈ താഴത്തെ ബിയും സിയും എന്ന് പറഞ്ഞാൽ എന്താ? ഈ താഴത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ബിയുടെ പകുതി. ഈ താഴത്തെ ആംഗിളോ സിയുടെ പകുതി. അത് രണ്ടും കൂടെ അത് രണ്ടും ഈ 3ാമത്തെ കോണും കൂടെ കൂട്ടുമ്പോൾ 180 അല്ലേ? അല്ലെ? അതായത് ഇത് ഏത് ട്രയാങ്കിളിലാ? ഇൻ ട്രയാങ്കിൾ ABC അല്ല ഇത്. ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇൻ ട്രയാങ്കിൾ BICയിലാണ് നമ്മൾ നോക്കുന്നത്. ഈ താഴത്തെ ട്രയാങ്കിളിലാണ് നോക്കുന്നത്. അപ്പോൾ ഈ താഴത്തെ ട്രയാങ്കിളിൽ ഈ കോൺ എന്താണെന്നാ പറഞ്ഞത്? B/2, ആംഗിൾ ബിയുടെ പകുതി, പ്ലസ് ഈ താഴത്തെ കോണം ആംഗിൾ സിയുടെ പകുതി, പ്ലസ് കോൺ I, ആംഗിൾ I ആണ് എത്ര? 180 ഡിഗ്രി. ഇതിനെ നമുക്ക് ആംഗിൾ B പ്ലസ് ആംഗിൾ C/2 എന്ന് എഴുതാവല്ലോ. പ്ലസ് ആംഗിൾ I ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് എഴുതാവല്ലോ. ഇനി ആംഗിൾ I അല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? ആംഗിൾ B പ്ലസ് ആംഗിൾ C നമുക്കറിയാം 110 ആണ്. അപ്പൊ 110/2 പ്ലസ് ആംഗിൾ I അല്ലേ 180. അപ്പൊ 110ന്റെ പകുതി എത്ര വന്നു? 55 പ്ലസ് ആംഗിൾ I ഈക്വൽ ടു 180 എന്ന് എഴുതാവല്ലോ. അപ്പൊ ആംഗിൾ I എത്ര വന്നു? 180ൽ നിന്ന് 55 കുറയ്ക്കുക. അപ്പൊ എത്ര വന്നു? 125 ഡിഗ്രി. മനസ്സിലായോ? ഇനി 2ാമത്തെ പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഇൻ എനി ട്രയാങ്കിൾ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾ അറ്റ് എ വേർട്ടെക്സ് ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ജോയിനിങ് ദ അതർ 2 വേർട്ടിസസ്. അതായത് ഇപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത സംഗതി തന്നെ ജനറൽ ആയിട്ടൊന്ന് എഴുതണം. അതായത് ഈ മുകളിലത്തെ ആംഗിൾ എയും ആംഗിൾ ഈ താഴത്തെ നടുക്കത്തെ ആംഗിൾ ഐയും തമ്മിലുള്ള റിലേഷൻ ആണ് എഴുതേണ്ടത്. അപ്പൊ എന്തെഴുതാം? നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ എന്ത് കിട്ടിയത്? ആംഗിൾ I എന്താ കിട്ടിയത്? 180 മൈനസ് 180ൽ നിന്ന് ഈ B/2ഉം C/2ഉം കൂടെ ആഡ് ചെയ്ത് അല്ലെ? ആംഗിൾ B പ്ലസ് ആംഗിൾ C/2 ആണ് നമുക്ക് കിട്ടിയത് അല്ലെ? ഈ ആംഗിൾ B പ്ലസ് ആംഗിൾ C ആണല്ലോ 110 എഴുതിയത്. ഇനി ആംഗിൾ B പ്ലസ് ആംഗിൾ Cയും Aയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? നമ്മൾ ആദ്യം എഴുതി ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ആണ് 180. അപ്പൊ ആംഗിൾ B പ്ലസ് ആംഗിൾ C എന്തെഴുതാം? ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ A എന്ന് എഴുതാവല്ലോ. അപ്പൊ ഇവിടെ 180 മൈനസ് ആംഗിൾ A/2 എന്ന് എഴുതാവല്ലോ അല്ലെ?
അപ്പോൾ 180 മൈനസ് ഈ ബൈ 2 രണ്ടു പേർക്കും കൊടുക്കുക. അപ്പോൾ 180/2 എത്രയാണ്? 90. ഇനി ഈ മൈനസും കൂടെ എന്താവും? പ്ലസ് ആംഗിൾ A/2. ക്ലിയർ ആയോ? ഇനി 180 മൈനസ് 90 എന്താണ്? 90 പ്ലസ് ആംഗിൾ A/2. അപ്പോൾ ഈ അളവ് തന്നാൽ നമുക്ക് ഈ അളവ് കാണാനായിട്ടുള്ള സമവാക്യം ആയാലും ഫോർമുല ആയാലും എന്താണ്, നമുക്ക് പഴയ ആൻസർ തന്നെ കിട്ടുമോ നോക്കാം. 90 പ്ലസ് ആംഗിൾ എത്രയാണ്? 70. 70യുടെ പകുതി കാണാം. അപ്പൊ 90 പ്ലസ് 35 അല്ല 70യുടെ പകുതി. അപ്പോൾ 125 തന്നെ കിട്ടിയില്ലേ? അപ്പോൾ ശരി, കറക്റ്റ് ആൻസർ ആയില്ലേ? അതായത് അത് തമ്മിലുള്ള റിലേഷൻ എന്താണ്? 90 പ്ലസ് ആംഗിൾ A/2. അപ്പൊ ഇവിടം വരെ എഴുതിയാൽ മതി. ഇത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ പാർട്ട് ചെയ്യാം. ഇനി മൂന്നാമത്തെ പാർട്ട് ഇതാണ്. ഇഫ് വൺ ഓഫ് ദീസ് ആംഗിൾസ് ഈസ് ഹാഫ് ദ അതർ, വാട്ട് ഈസ് ദ ആംഗിൾ ഓഫ് ദ ട്രയാങ്കിൾ? നമ്മൾ രണ്ട് ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കി. ആംഗിൾ ഐ എന്ന് പറയുന്നത് 180 മൈനസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ C/2 ആണ് അല്ലെ? അപ്പം ആംഗിൾ ബി യും ആംഗിൾ സിയും തമ്മിലുള്ള റിലേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മറ്റേതിന്റെ പകുതി എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ആംഗിൾ എക്ക് പകരം ഇപ്പൊ ഇവിടെ ആംഗിൾ ഐ ഈക്വൽ ടു 180 മൈനസ് ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി അല്ലെ? അപ്പൊ ആംഗിൾ ബി എന്ന് പറയുന്നത് ഒരു എക്സ് ആണ് എടുക്കുക. ആംഗിൾ ബി എക്സ് എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ സിയെ 2x എന്ന് എടുക്കാമല്ലോ. എക്സ് ഡിഗ്രിയും 2x ഡിഗ്രിയും. അപ്പോൾ ഒന്നിന്റെ പകുതി ആയിക്കോളുമല്ലോ അല്ലേ? അപ്പോൾ എന്തെഴുതാം? 180 മൈനസ് 3x/2 എന്ന് എഴുതാമല്ലോ അല്ലേ? എക്സിന്റെ വില ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ഐയുടെ കിട്ടും. അതായത് സെന്ററിൽ ഉണ്ടാക്കുന്ന ഈ ബിയിൽ നിന്നും സിയിൽ നിന്നും വരുമ്പോൾ ഉള്ള ആംഗിളിന്റെ വില കിട്ടും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഈ ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ എ കിട്ടുകയല്ലേ? ആംഗിൾ എ ആണ് ചോദിച്ചെങ്കിൽ ആംഗിൾ എ കിട്ടും അല്ലെ? അപ്പൊ ഈ ഒരു റിലേഷൻ ഓർത്തിരിക്കുക. ഈ രണ്ട് റിലേഷൻസും ഓർത്തിരിക്കുക. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കുക. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. ഞാൻ ആദ്യത്തെ പാർട്ടിലെ പറഞ്ഞിരുന്നു, ഈ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിൽ കൂടുതൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാവരും എഴുതിയും വരച്ചും പഠിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.